ആ ട്രാക്കിലുള്ള വിദ്യാർത്ഥിനികളുടെ ശ്രദ്ധയ്ക്ക് അവിടുന്ന് മാറണ്ട, അവിടെ തന്നെ നിന്നോളൂ. പെൺകുട്ടികളുടെ മത്സരമാണ് നടക്കുന്നത്. ആരെങ്കിലും ഒക്കെ തട്ടി വീഴാൻ സാധ്യതയുണ്ട്. അവിടെ റെഡിയായി നിന്നോളൂ. ആരാണി MAOയിൽ വേഗറാണി? മത്സരത്തിൽ പേര് തരാൻ ബാക്കിയുള്ള ടീം ക്യാപ്റ്റന്മാർ എത്രയും പെട്ടെന്ന് പേര് നൽകേണ്ടതാണ്. ഇതുവരെ ബ്ലൂ ക്യാപ്റ്റൻ മാത്രമേ പേര് നൽകിയിട്ടുള്ളൂ. ബാക്കി എല്ലാ ഗ്രൂപ്പ് ലീഡേഴ്സും ശ്രദ്ധിക്കേണ്ടതാണ്. 1500 മീറ്റർ റണ്ണിംഗ് ബോയ്സിന്റെ മത്സരത്തിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള പാർട്ടിസിപ്പൻസിന്റെ പേര് എത്രയും പെട്ടെന്ന് ലീഡേഴ്സ് നൽകേണ്ടതാണ്. നൽകിയവർ എത്രയും പെട്ടെന്ന് മൈതാനത്തിലെത്തേണ്ടതാണ്. ബോയ്സിന്റെ വാശിയേറിയ 1500 മീറ്റർ റണ്ണിംഗ് റേസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഗേൾസിന്റെ 1500 മീറ്റർ റണ്ണിംഗ് റേസിന് പേര് നൽകിയ വിദ്യാർത്ഥിനികൾ ഉടൻ റിപ്പോർട്ട് ചെയ്യുക. ഗേൾസിന്റെ 1500 മീറ്റർ റണ്ണിംഗ് റേസിന് പേര് നൽകിയ വിദ്യാർത്ഥിനികൾ ഉടൻ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. പെൺകുട്ടികളുടെ ഷോട്ട് പുട്ട് മത്സരത്തിൽ പേര് നൽകിയ വിദ്യാർത്ഥിനികൾ എത്രയും പെട്ടെന്ന് മൈതാന മധ്യത്തിൽ എത്തേണ്ടതാണ്. ഗേൾസിന്റെ 1500 മീറ്ററിൽ പേര് നൽകിയ വിദ്യാർത്ഥിനികൾ എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യുക. ഗേൾസിന്റെ ഷോട്ട് പുട്ട് മത്സരത്തിന് പേര് നൽകിയ വിദ്യാർത്ഥിനികൾ എത്രയും പെട്ടെന്ന് മൈതാന മധ്യത്തെത്തേണ്ടതാണ്. ക്യാപ്റ്റന്മാർ ശ്രദ്ധിക്കുക. ഗേൾസിന്റെ ഷോട്ട് പുട്ട് മത്സരത്തിന് പേര് നൽകിയ വിദ്യാർത്ഥിനികളെ എത്രയും പെട്ടെന്ന് ഗ്രൗണ്ടിന്റെ സെന്ററിൽ എത്തിക്കേണ്ടതാണ്. MAO College of Arts and Science College Students Union Tabdil 2023-24 proudly presents before you annual sports meet 2K24 Fertiliza. ഷോട്ട് പുട്ട് ഗേൾസ് മത്സരത്തിൽ പങ്കെടുക്കാനുള്ള വിദ്യാർത്ഥികൾ എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ഐ റിപ്പീറ്റ്, ഷോട്ട് പുട്ട് ഗേൾസ് മത്സരത്തിൽ പങ്കെടുക്കാനുള്ള എല്ലാ പാർട്ടിസിപ്പൻസും എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യുക. പെൺകുട്ടികളുടെ ഷോട്ട് പുട്ട് മത്സരത്തിൽ പങ്കെടുക്കാനുള്ള മത്സരാർത്ഥികൾ എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യുക. ഗേൾസിന്റെ ഷോട്ട് പുട്ട് മത്സരത്തിൽ പങ്കെടുക്കാനുള്ള വിദ്യാർത്ഥിനികൾ എത്രയും പെട്ടെന്ന് ശ്രീലാൽ സാറിന്റെ അടുത്ത് എത്തേണ്ടതാണ്. $1,500 meter running women participants in the ലിസ്റ്റ് അതായത് ടീം ക്യാപ്റ്റന്മാർ എത്രയും പെട്ടെന്ന് നൽകേണ്ടതാണ്. ഗേൾസിന്റെ ഷോട്ട് പുട്ട് മത്സരത്തിൽ പങ്കെടുക്കാനുള്ള മത്സരാർത്ഥികൾ എത്രയും പെട്ടെന്ന് മൈതാന മധ്യത്തെത്തേണ്ടതാണ്. ഇനി ഒരു അറിയിപ്പ് ഉണ്ടായിരിക്കുന്നതല്ല. ഗേൾസിന്റെ ഷോട്ട് പുട്ട് മത്സരത്തിൽ പേര് നൽകിയിട്ടുള്ള വിദ്യാർത്ഥിനികളെ ക്യാപ്റ്റന്മാർ എത്രയും പെട്ടെന്ന് ഗ്രൗണ്ടിന്റെ മധ്യത്തിൽ എത്തിക്കേണ്ടതാണ്. അൻപത് റൗണ്ട് കൂടി